നയന ഗർഭിണിയാണെന്നറിഞ്ഞ സന്തോഷത്തിലാണ് ദേവയാനി. ഇനി പഴയ പോലൊന്നുമല്ല, നയനയെ നല്ല പോലെ കെയർ ചെയ്യേണ്ട സമയമാണ്. അവളാണെങ്കിൽ ഒന്നും വേണമെന്ന് തുറന്ന് പറയുകയുമില്ല, ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ഇല്ല. പക്ഷേ അതും പറഞ്ഞ് ഞാനൊന്നും കണ്ടില്ലെന്ന് വെക്കാനും പാടില്ല. എല്ലാം കണ്ടറിഞ്ഞ് അവൾക്കിഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. നയനയ്ക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. വയ്യായികയുടെ ഇടയ്ക്കും നയന അടുക്കളയിൽ വരാൻ മറക്കാറില്ല. ദേവയാനി എത്രയൊക്കെ തവണ നയനയെ അടുക്കളയിൽ നിന്നും ആട്ടിപ്പായിച്ചാലും നയന അതൊന്നും വക വയ്ക്കാതെ വീണ്ടും വീണ്ടും സഹായിക്കാനായി അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ദേവയാനി ആണെങ്കിൽ അതേപോലെ തന്നെ നയനയെ പണിയെടുക്കാൻ സമ്മതിക്കാതെ ഓടിച്ചു വിടുന്നുണ്ടാകും. നയന അങ്ങനെ പണിയൊന്നും ചെയ്യാനില്ലാതെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. അതുമാത്രമല്ല, നയനയ്ക്ക് ഭയങ്കര ക്ഷീണവും ഉണ്ടാകും. ആദർശാണെങ്കിൽ ഓഫീസിൽ പോയ സമയവുമാകും. ആദർശ് നയനയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആദർശേട്ടാ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അമ്മയാണെങ്കിൽ അടുക്കളയിൽ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മഹാബോറ. അത് സാരമില്ല, നിനക്കല്ലേലും വയ്യാത്തതല്ലേ, നീ റെസ്റ്റ് എടുക്ക് നയന, ഞാൻ പിന്നെ വിളിക്കാം. ശരി ആദർശേട്ടാ. ശേഷം ദേവയാനി ആണെങ്കിൽ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാ ഫുഡും ഡൈനിങ് ടേബിളിൽ നിരത്തി വെക്കുന്നുണ്ടാകും. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വരുന്നുണ്ട്. ദേവയാനി നോക്കുമ്പോൾ നയന മാത്രം ഉണ്ടാകില്ല. അയ്യോ, നയനമോള് വന്നില്ലല്ലോ, എന്തു പറ്റി എൻ്റെ മോൾക്ക്? ഇവരോടാണെങ്കിൽ ചോദിക്കാനും പറ്റില്ല. ആ സമയമാകും മുത്തശ്ശി ചോദിക്കുന്നത്, നവ്യമോളെ, നയന വന്നില്ലേ ഭക്ഷണം കഴിക്കാൻ? ഞാൻ വന്നു കാണുമെന്ന് വിചാരിച്ച മുത്തശ്ശി, ഇവിടെ വന്നപ്പോഴേ അറിഞ്ഞേ വന്നിട്ടില്ലെന്ന്. ഞാൻ ഇപ്പോൾ പോയി വിളിച്ചോണ്ട് വരാം മുത്തശ്ശി. ഈ സമയം ദേവയാനി പറയുന്നുണ്ട്, നവ്യ നിൽക്കുമോളെ, മോള് കഴിക്കാൻ തുടങ്ങിയതല്ലേ, ഇനി എഴുന്നേൽക്കണ്ട, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. അങ്ങനെ നവ്യ ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊന്നും കാണുമ്പോൾ ജലജയ്ക്കും ജാനകിക്കും അനാമികയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. മുൻപ് ഒരുപാട് തവണ നയനയെ ഡൈനിങ് ടേബിളിൽ വെച്ച് അപമാനിച്ചിട്ടുള്ള ആളെ ഇപ്പോൾ അവൾ എഴുന്നള്ളിക്കാൻ പോകുന്നത്. മുത്തശ്ശനാണെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നയനമോൾക്കും ദേവയാനിക്കും നല്ല കൈപുണ്യം തന്നെ, ഫുഡൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ജലജ ജാനകിയെ ഒന്ന് നോക്കുന്നുണ്ടാകും. ജാനകിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനും ഫുഡുണ്ടാക്കിയിരുന്ന സമയത്ത് ഒരാൾക്ക് നല്ല വാക്ക് പറയാൻ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഏടത്തി ഫുഡുണ്ടാക്കിയപ്പോൾ പറയാൻ എല്ലാവർക്കും നാവുണ്ട്. അതുപോലെ ആ നയനെ പോലും ഇപ്പോഴും പുകഴ്ത്തിക്കൊണ്ടാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി നയനെ അന്വേഷിച്ച് റൂമിലേക്ക് പോകുന്നുണ്ട്. ദേവയാനി അവിടെ ചെന്ന് നോക്കുമ്പോൾ റൂമിൽ നയനെ കാണുന്നുണ്ടാകില്ല. അയ്യോ, നയനമോൾ എവിടെ പോയി? ദേവയാനി അവിടെ ഒന്നും നോക്കുമ്പോൾ നയനയെ കാണാനുണ്ടാകില്ല. കുറച്ച് നടന്നു വന്ന് നോക്കുമ്പോൾ നയന താഴെ വീണ് കിടക്കുന്നുണ്ടാകും. അയ്യോ നയനമോളെ, എന്തു പറ്റി? അയ്യോ എഴുന്നേൽക്ക് മോളെ, എന്തു പറ്റി? ദേവയാനി വിളിച്ചിട്ടൊന്നും നയന കണ്ണു തുറക്കുന്നുണ്ടാകില്ല. ദേവയാനിയുടെ അലറിവിളിയും കരച്ചിലും കേട്ട് അവിടെയുള്ള എല്ലാവരും ഓടി വരുന്നുണ്ടാകും. എല്ലാവരും വന്നു നോക്കുമ്പോൾ ദേവയാനി നയനയെ തൻ്റെ മടിയിൽ വെച്ച് കിടത്തിയിട്ടുണ്ടാകും. ദേവയാനി വെള്ളമൊക്കെ നയനയുടെ മുഖത്ത് കുടയുന്നുണ്ട്. അങ്ങനെ മുഖത്ത് വെള്ളം കുടയുമ്പോൾ നയനയ്ക്ക് ബോധം വരുന്നുണ്ടാകും. നയന കണ്ണുകൾ തുറക്കും. നയന കണ്ണു തുറന്നത് കാണുമ്പോൾ ദേവയാനിക്കാണെങ്കിലും ആശ്വാസം ആകുന്നുണ്ട്. ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്തു പറ്റി മോളെ? അറിയില്ലമ്മേ, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് വരാൻ നിന്നതായിരുന്നു. എഴുന്നേറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. മോളുടെ BP ലോ ആയിട്ടുണ്ടാകും. മാത്രമല്ല ഇപ്പോൾ വയ്യാത്ത സമയവുമല്ലേ, മോളി വെള്ളം കുടിക്കി. നയനയ്ക്ക് ദേവയാനി വെള്ളം പിടിച്ച് കൊടുക്കുന്നുണ്ടാകും. നയനയെ ഒരു കൊച്ചു കുട്ടിയെ പോലെയാകും ദേവയാനി കെയർ ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും ശരിക്കും ഷോക്കാകുന്നുണ്ടാകും. മുത്തശ്ശിയും മുത്തശ്ശനും ദേവയാനിക്ക് നയനയോടുള്ള സ്നേഹം കണ്ട് സന്തോഷത്തിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ജാനകിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന് താഴേക്ക് പോകുന്നുണ്ടാകും. അനാമികയാണെങ്കിലും ഇതെല്ലാം കണ്ട് ഷോക്കാകുന്നുണ്ട്. വല്യമ്മയ്ക്ക് എന്ത് സ്നേഹമാണ് നയനയോട്. കീരിയും പാമ്പും പോലെ ഉണ്ടായിരുന്നവരാ ഇപ്പോൾ അടയും ചക്കരയും പോലെയായി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ പിറുപിറുത്തോണ്ട് അനാമികയും അവിടുന്ന് പോകുന്നുണ്ടാകും.
ജലജ ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാകാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും. ദേവയാനി ജലജയോട് പറയുന്നുണ്ട്, ജലജേ നീ വേഗം ഡോക്ടറെ വിളിക്കി. അല്ല എഴുത്തി, അവൾക്ക് ബോധം വന്നല്ലോ, ഇനി ഡോക്ടറെ വിളിക്കാൻ മാത്രമുണ്ടോ? ഈ സമയം നയന ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ ഇപ്പം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അമ്മേ, ഞാനിപ്പോൾ ഓക്കെയാണ്, ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല അമ്മേ. ദേവയാനി അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ആദർശ് വന്ന് നോക്കുമ്പോൾ നിന്നെ ഡോക്ടറെ കാണിക്കാതിരുന്ന അവന് സങ്കടാവും, പിന്നെ ഞാൻ നോക്കിയില്ലെന്നായിരിക്കും പരാതി. ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ, നീ ഇനി ഒന്നും പറയണ്ട. അങ്ങനെ ജലജ ഡോക്ടറെ വിളിക്കാനായിട്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ജലജയാണെങ്കിലും സ്വയം പറയുന്നുണ്ട്, അവൾക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടും ഏടത്തിക്ക് എന്തൊരു തിരക്കാ അവളെ ഡോക്ടറെ കാണിക്കാനായിട്ട്. നയനയോട് ഏടത്തിക്ക് ഇത്രയ്ക്ക് സ്നേഹം തോന്നാൻ എന്തോ കാര്യമായി നടന്നിട്ടുണ്ട്, അത് കണ്ടുപിടിച്ചേ മതിയാകൂ. ജലജ ഡോക്ടറെ ഫോൺ വിളിച്ചു കഴിഞ്ഞ് ദേവയാനിയോട് പറയാൻ വരുന്നുണ്ട്, ഏടത്തി ഡോക്ടർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജലജ നോക്കുമ്പോൾ ദേവയാനി നയനയെ തലോടിക്കൊണ്ട് ഇരിക്കുന്നുണ്ടാകും. ജലജയ്ക്ക് ശരിക്കും അതൊന്നും കണ്ട് വിശ്വസിക്കാനേ ആകുന്നുണ്ടാകില്ല. നയനയും ദേവയാനിയുടെ മാറ്റം കണ്ട് അത്ഭുതത്തോടെ ദേവയാനിയെ നോക്കുന്നുണ്ടാകും. നയനയാണെങ്കിൽ ഈ സമയം ആദർശ് പറഞ്ഞ ആ കാര്യം ആലോചിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കൊരു കുഞ്ഞു വന്ന് കഴിയുമ്പോൾ അമ്മയുടെ സമീപനത്തിൽ മാറ്റം ഉണ്ടാകും, ഉറപ്പാ. ഇങ്ങനെ ആദർശ് പണ്ട് പറഞ്ഞ കാര്യം ഓർത്ത് നയന കിടക്കുന്നുണ്ടാകും. ആദർശാണെങ്കിൽ വിവരം അറിഞ്ഞ് ഓടി വരുന്നുണ്ട്. ആദർശ് വരുമ്പോൾ ദേവയാനിയുടെ മടിയിൽ കിടക്കുന്ന നയനയാകും കാണുന്നത്. ആദർശും ശരിക്കും ഷോക്കാകുന്നുണ്ടാകും. ഈ സമയമായിരിക്കും ഡോക്ടറും വരുന്നത്. ഡോക്ടർ അങ്ങനെ നയനയെ പരിശോധിക്കുന്നുണ്ടാകും. ശേഷം ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട്, BP ലോ ആയതാണ്, കുട്ടി ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ കുറവാണ്, ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ല, ഇനി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവൊക്കെ കൂട്ടണം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. ഇങ്ങനെയൊക്കെ ഡോക്ടർ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടറെ, നയനയ്ക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ സമയം ഡോക്ടറാണെങ്കിൽ നയനയോടും ആദർശിനോടും പറയുന്നുണ്ട്, ഈ കാലത്ത് ഇങ്ങനെയുള്ള മരുമക്കളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മമാരെ കാണാൻ ബുദ്ധിമുട്ടാണ്. നയനയുടെ ഭാഗ്യമാണ് ഇങ്ങനൊരു അമ്മയെ കിട്ടാൻ. നയനയ്ക്കാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ടാകും. നയന സന്തോഷത്തിൽ ആദർശിനെ നോക്കി ചിരിക്കുന്നുണ്ടാകും. ഡോക്ടറാണെങ്കിൽ പോകാൻ നിൽക്കുന്ന സമയം ദേവയാനി നയനയ്ക്ക് കഴിക്കാൻ പറ്റിയ പോഷക ഗുണമുള്ള ആഹാരത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുമുണ്ടാകും.